ഈ മോള് കൊടുത്ത മരുന്ന് കുടിച്ചിട്ടൊന്നും പിള്ളേർക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ എന്റെ ദേവി. അയ്യോ, മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടെന്നേ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം അമ്മയിൽ അർപ്പിക്കാന്നും പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങളാരും കേട്ടില്ലല്ലോ. എല്ലാരും കൂടെ ഈ പെണ്ണിനടുത്ത് തലകേറ്റി വെച്ചതല്ലേ. ഇപ്പൊ എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞതാ കഥക് തുറന്നു കഴിഞ്ഞാൽ ദൈവദോഷാകുമെന്ന്. ഇപ്പൊ കണ്ടോ? അമ്മയുടെ നട കിടത്തിരുന്നെങ്കിൽ അമ്മ രക്ഷിച്ചേനെ. നിങ്ങളെല്ലാരും ഇവരെ വിശ്വസിച്ച് അകത്ത് കയറ്റിയതല്ലേ. എന്നിട്ടിപ്പോ എന്തായി? പിള്ളേരുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് അസുഖം വഷളായെന്ന് എനിക്ക് തോന്നുന്നത്. ഇവരെ വിശ്വസിച്ചിട്ടല്ലേ പിള്ളേരെ ഇവിടെ തന്നെ കിടത്തിയ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. വൈദ്യര് പറയുന്നത് ശരിയാ. ഇവര് നമ്മളെ ഇത്ര നേരം പറഞ്ഞു പറ്റിക്കായിരുന്നേ. ഇവർക്ക് വൈദ്യൊന്നും അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നേ. അവരെയൊക്കെ ഇവിടെ തന്നെ കിടത്തിയിരുന്നെങ്കിലേ 2 ദിവസം കൊണ്ട് എല്ലാരും നേരെ ആയനെ. കൊച്ചുങ്ങളെ കൊല്ലാൻ നോക്കല്ലേ കൊലപാതകി. നിങ്ങൾ എല്ലാവരും കാര്യങ്ങൾ അറിയാതെ പറയാ. ഞാൻ നൽകിയ ഔഷധത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഒരല്പം കൂടി ക്ഷമിക്കൂ. ഇനി എന്ത് ക്ഷമിക്കണം എന്നാ പറയുന്നേ? പറഞ്ഞതുപോലെയൊന്നും നിങ്ങൾ ചെയ്തില്ലല്ലോ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. പോവരുത്. ഒരല്പ സമയം കൂടി എനിക്ക് തരണം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയിക്കൊള്ളാം. നീ ഇനി കൂടി ഒരു വർത്താനൊന്നും പറയണ്ട. ഞങ്ങൾ നിന്നെ വിശ്വസിച്ചൊരു തെറ്റ് ചെയ്തു പോയി. ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളുടെ വാക്കും കേട്ട് കഥക് തുറന്നു തന്നെ എന്നെ പറഞ്ഞാൽ മതി. തള്ളു ഞാൻ പുറത്ത്. ഞങ്ങൾക്കിനി നിങ്ങളുടെ സഹായം സേവനമൊന്നും ആവശ്യമില്ല. പാർവതി, ഇനി നമ്മളിവിടെ നിൽക്കുന്നത് ശരിയല്ല. നമുക്ക് പോവാം. ഇല്ല ചേട്ടാ, അസുഖം രൂക്ഷമായി പടർന്നിരിക്കുക. നമ്മൾ നൽകിയ ഔഷധങ്ങൾ ഇവരെ രക്ഷിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അല്പം കൂടി നമുക്കിവിടെ നിൽക്കാം. ഇനി നമ്മളിവിടെ നിന്ന് അവർക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് പോവാം. ഇവരെല്ലാം ഇവരുടെ സങ്കടം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനിയും ഞാൻ ഇവിടെ നിന്ന് ഇവരെ വേദനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോയിക്കൊള്ളാം. പക്ഷെ ഞാൻ ഇന്ന് വരെ നൽകിയ ഒരു ഔഷധവും ആരെയും രക്ഷിക്കാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് ശുദ്ധമാണ്. ജീവന് വേണ്ടി പോരാടുന്ന എല്ലാവരും തന്നെ രക്ഷപ്പെടും. ഇവരെ പറ്റി ഓർത്ത് നിങ്ങളാരും വിഷമിക്കേ വേണ്ട. എല്ലാം ശരിയാവും. ഞാൻ ഈ പറഞ്ഞത് മഹാമായയുടെ വാക്കുകളാണ്. അമ്മേ, ചവിട്ടി ഇറക്കിയാലേ ഞാൻ രണ്ടിനെ. പിള്ളേരൊക്കെ കണ്ണു തുറന്നല്ലോ. ഇത് എന്തും അറിവായോ? പിള്ളേർക്കൊന്നും ഒരു കുഴപ്പമില്ല. ദേവി രക്ഷിച്ചതാ.
മക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതെ തിരികെ തന്നത്. ഒരുപാട് നന്ദിയുണ്ടോ അമ്മേ. എല്ലാരും മുത്താരമ്മയെ രക്ഷിച്ചെന്നല്ലേ കരുതുന്നേ? എന്നാ ഇങ്ങോട്ട് വന്ന പൂർണ്ണ ഗർഭിണിയായ പെൺകുട്ടിയാ നമ്മുടെ മക്കളെ രക്ഷിച്ചത്. അമ്മയെ അവരെ ഇങ്ങോട്ട് അയച്ചത്. അത് മറന്നുപോയില്ലേ ആരും? അത് ശരിയാ. നമ്മുടെ മക്കളെല്ലാം രക്ഷപ്പെടുന്ന അമ്മയുടെ വാക്ക് ശരിയായത് കണ്ടില്ലേ? നമ്മൾ അവരെ അയച്ച് വലിയ തെറ്റാ ചെയ്തത്. ആ അമ്മ കൃത്യസമയത്ത് മരുന്ന് കൊടുത്തോണ്ടാ എല്ലാരും രക്ഷപ്പെട്ടത്. എല്ലാവരും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ഗ്രാമത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മുത്തുമാരിയമ്മ തന്നെയാ ആ അമ്മയുടെ രൂപത്തിലൂടെ വന്നത്. ആ അമ്മയെ നമ്മുടെ നാട്ടിൽ തന്നെ താമസിപ്പിക്കണം. മാപ്പ് പറഞ്ഞ ആ അമ്മയെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരാം. വാ വാ, വേഗം വാ. ഒന്ന് വരുന്നുണ്ടോ വേഗം എല്ലാവരും? ആ അമ്മ പോകുന്നതിന് മുമ്പ് കാല് പിടിച്ചിട്ടാണെങ്കിൽ ചെന്ന് വിളിച്ചോണ്ട് വരാം. വന്നേ വന്നേ. ഇവിടെ പോയിന്നറിയില്ല, വേഗം വാ. അമ്മേ നിക്കണേ, പോകല്ലേ. ഒന്ന് നിക്കണേ, ഞങ്ങക്ക് തെറ്റുപറ്റി പോയി. അമ്മേ ഒന്ന് നിക്കണേ. അമ്മേ അമ്മേ, അമ്മ പറഞ്ഞതുപോലെ എല്ലാവരും സുഖപ്പെട്ടു. അമ്മയെ പറ്റി അറിയാത്തോണ്ട് പറഞ്ഞു പോയതാ. ഞങ്ങളോടെല്ലാം പൊറുക്കണേ അമ്മേ. അമ്മേ, ഇത്രയൊക്കെ സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ട് ഇവിടുന്ന് പോവാന്ന് പറയില്ലേ അമ്മേ? അതെ അമ്മേ. അമ്മോട് എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ തെറ്റ് ചെയ്തു പോയതാ. സാരമില്ല, എല്ലാവരും സുഖപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. ഞങ്ങൾക്ക് പോകണം. എങ്ങോട്ട് പോവാന്ന്? എന്റെ വൈദ്യം കൊണ്ട് മാറ്റാൻ പറ്റാത്തൊരു അസുഖം ഉണ്ടെങ്കിൽ അത് വേറെ ആരെ കൊണ്ട് മാറ്റാൻ പറ്റില്ല എന്നൊരു അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിനി ആർക്കും തന്നെ ഈ നാട്ടിൽ ഔഷധം കൊടുക്കില്ല. ഇനി അമ്മ വേണം ഈ നാട്ടിൽ നിന്ന് വൈദ്യം നോക്കാൻ. ജീവന് വേണ്ടി പോരാടുന്നവരെ രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ മരുന്നുകൾ നൽകിയെന്നല്ലാതെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വൈദ്യത്തെ നിർത്തണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ഇതൊരിക്കലും ഒരു മത്സരമായിരുന്നില്ല. എന്നിലൂടെ മഹാമായയ്ക്ക് പ്രവർത്തിക്കുവാൻ അവസരം നൽകിയതിന് 1000 നന്ദി. അങ്ങനെ അർത്ഥം മുറിച്ചൊന്നും പറയല്ലേ അമ്മേ. ഈ ഗ്രാമത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അമ്മ ഇവിടെ തന്നെ തങ്ങണം. ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ, ക്ഷമിക്കണം. ഞങ്ങളോട് ദേഷ്യം കാണിക്കല്ലേ. അമ്മയുടെ കാല് തൊട്ട് മാപ്പ്. അമ്മ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരും ഗ്രാമത്തിലേക്ക് പോകുന്നില്ല. അതെ, ഞങ്ങൾ ആരും ഇനി തിരിച്ചു പോകുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി അമ്മേ പോകരുത്. ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. ശരി, വരൂ പോവാം. അമ്മ സമ്മതിച്ചടാ. ചെന്ന് പെട്ടി വാങ്ങിക്കടാ രാജാ. വാ അമ്മേ, പോവാം. വാ, വന്നട്ടെ. ഇതിലെ നിക്ക് നിക്ക് നിക്ക്. നിങ്ങൾ രണ്ടുപേരും താമസിക്കാൻ പോകുന്ന വീടിതാ. ഈ വീട് ഞങ്ങളുടെ അഭയമായ മുത്തുമാരിയമ്മയുടെ പേരിലുള്ള വീടാ. പണ്ട് ഞങ്ങളുടെ ഈ ഗ്രാമത്തില് വൈദേഹി സ്വാമി എന്ന് പേരുള്ളൊരു ചെട്ടിയാരുണ്ടായിരുന്നു. അദ്ദേഹം മുത്തുമാരിയമ്മയുടെ ഒരു കടുത്ത ഭക്തനായിരുന്നു. ഞങ്ങൾക്കൊരു അമ്പലം ഉണ്ടാക്കി തന്നത് തന്നെ അദ്ദേഹമാണമ്മേ. ചെട്ടിയാർ സ്വാമി താമസിച്ചിരുന്ന വീടാണിത്. അദ്ദേഹത്തിന്റെ മരണശേഷം മുത്തുമാരിയമ്മയുടെ പേരിലേക്ക് ഈ വീട് എഴുതി വെച്ചു. അമ്മേ, ഈ നാട്ടിലൊരു കല്യാണം നടന്നു കഴിഞ്ഞാല് ദമ്പതികൾ ഒരു ദിവസം ഇവിടെ കഴിയും. വേറെ ആരെ ഇവിടെ താമസിപ്പിക്കാറില്ല അമ്മേ. അമ്മേ, ഞങ്ങൾ അമ്മയെ മുത്തുമാരി അമ്മയായിട്ടാണ് കാണുന്നത്. ഇനി മുതൽ അമ്മ ഈ വീട്ടിൽ തന്നെ താമസിക്കണം. ഞങ്ങൾക്ക് ഇത്രയും വലിയ വീടൊന്നും വേണ്ട.
ചെറിയൊരു വീട് കിട്ടിയാൽ തന്നെ സന്തോഷം. ഞങ്ങൾ അമ്മയ്ക്ക് ഈ വീട് തരുന്നത് അമ്മയോടുള്ള ബഹുമാനം കാരണമാണ്. അത് അമ്മ ഇങ്ങനെ വേണ്ടാന്ന് പറയാമോ? ഭഗവതിക്ക് സ്വന്തമായി ഇങ്ങനെയൊരിടം നമ്മളുടെ സൗകര്യത്തിനായി ഉപയോഗിക്കുന്നത് തെറ്റാണ്. അമ്മേ, അമ്മയും മുത്തുമാരിയമ്മയും തമ്മിൽ ഞങ്ങൾക്കിപ്പോ ഒരു വ്യത്യാസവും തോന്നുന്നില്ല. അമ്മ ഇവിടെ തന്നെ താമസിക്കണം. അതെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തരികയും ഞങ്ങൾക്ക് ക്ഷേത്രം പണിതു തരികയും ചെയ്ത ചെട്ടിയാരുടെ വീട്ടിൽ തന്നെ അമ്മ താമസിക്കണം. അതാ ഞങ്ങളുടെ ആഗ്രഹം. മറുത്തൊന്നും പറയല്ലേ അമ്മേ. സാറെങ്കിലും ഒന്ന് പറയും. അമ്മയുടെ അനുഗ്രഹം എന്നും ഇവിടെ വേണം. താമസിക്കാൻ ഇടം കിട്ടാതെ ഒരുപാട് അലഞ്ഞല്ലേ. ഇപ്പൊ ഇവിടെ ഉള്ളവരെല്ലാം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഈ വീട് നമുക്ക് താമസിക്കാൻ തന്നിരിക്കുക. നിനക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഇത്ര വലിയ വീടും നമുക്ക് ആവശ്യമില്ലെന്നറിയാം. എന്നാലും ഇവരുടെയൊക്കെ ആഗ്രഹം പോലെ നമ്മളിവിടെ തന്നെ തങ്ങുന്നു. നിനക്ക് സമ്മതല്ലേ? ചേട്ടൻ പറഞ്ഞ് ഞാൻ അനുസരിക്കും. നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം പോലെ ഞങ്ങൾ ഇവിടെ താമസിക്കാം. ഒരുപാട് സന്തോഷമായി അമ്മേ. ഉള്ളിലേക്ക് വന്നാട്ടെ. അമ്മ നിറവേറോടെ ആദ്യമായിട്ട് വീട്ടിലേക്ക് കാലെടുത്ത് വെക്കല്ലേ. ആരതി ഒഴിഞ്ഞകത്തേക്ക് കയറ്റ്. ആരതി കൊണ്ടുവന്നിട്ടുണ്ട് സുമംഗല ചേച്ചി. വാ, വന്നാട്ടെ. കേറി വാമേ. വന്നാട്ടെ സാറേ. വാ അമ്മേ. സാറേ, നിങ്ങൾക്ക് ഈ വീട്ടിൽ സൗകര്യങ്ങൾക്ക് യാതൊരു കുറവുണ്ടാവില്ല. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെട്ടിയാരുടെ വീട്ടിലെ കാലെടുത്ത് വെച്ചപ്പോൾ മുതലേ നിങ്ങൾ ഈ നാട്ടുകാർ തന്നെയാ. എന്താവശ്യമുണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ ചോദിച്ചോണം. ഞങ്ങളെ കൊണ്ടാവും പോലെയെല്ലാം ഞങ്ങൾ സഹായിക്കും. ഇപ്പം ഈ ചെയ്തത് തന്നെ ധാരാളമാണ്. ഇതുവരെ ഞങ്ങളായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്തിട്ടുമില്ല. ഇനി അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ നാട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് ശരിയാക്കാമോ? കുഞ്ഞ് ജനിക്കുന്നത് വരെ സാറ് എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണം. അതുവരെ ജോലിയൊന്നും ചെയ്യണ്ട. ജോലി ചോദിച്ചപ്പോൾ വെറുതെ ഇരിക്കാനോ? എന്നെ വിശ്വസിച്ച് വന്നവളെ ഞാൻ ഒരിക്കലും കൈവിടില്ലെന്ന് അവക്കറിയാം. ആ, എല്ലാം വെച്ചെങ്കിൽ പോക്കോ. ഇതില് കുറച്ച് പച്ചക്കറികളാ. ശരി. ഇതെല്ലാം ഞങ്ങൾ മുത്തുമാരിമയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ശരിടാ, നിങ്ങൾ പോയിക്കോ. എന്താമ്മേ നോക്കുന്നേ? അവര് മുത്തുമാരിയമ്മന്ന് വിളിച്ചത് അമ്മയെ തന്നെയാ. അവര് കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം അമ്മയ്ക്ക് വേണ്ടി തന്നെയാ. ഇനി ഒന്നും അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പോലും വേണ്ട. എല്ലാം ഞങ്ങൾ തന്നെ ഇവിടെ എത്തിച്ചോളാം. നിങ്ങൾ ആരാ എന്താന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇന്നു മുതല് അമ്മ ഞങ്ങളുടെ ഈ ഗ്രാമത്തിന്റെ സ്വത്താണ്. ഒരു കുറവും വരുത്താതെ അമ്മയെ പരിചരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണിനി. ഞാൻ അല്പം കഴിഞ്ഞ് വന്ന് കണ്ടോളാം അമ്മേ. വരട്ടെ സാറേ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്നു മുതൽ അമ്മ നമ്മുടെ ഗ്രാമത്തിന്റെ സ്വത്താണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ അമ്മയെ നമ്മൾ കാണണം. അമ്മേ, ഞങ്ങളെന്നാ പോയിട്ട് വരാം. ശരി, നടക്കുന്നത്. എല്ലാവരും വീട്ടിലേക്ക് പോ. ഞാൻ ഇതിന് മാത്രം എന്താ ഇപ്പൊ ചെയ്തേ? ഇവരെല്ലാം എന്നെ ഇത്ര ബഹുമാനിക്കാൻ എന്തൊക്കെയാ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി. നീ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു.
ഇനി നീ വേണ്ടെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിലുള്ള ബഹുമാനം ഒരിക്കലും ഇല്ലാണ്ടാവില്ല. വന്നാട്ടെ അമ്പ്ര. നമസ്കാരം. വന്നാട്ടെ. ഞങ്ങളുടെ ജമീന്ദാർ വംശത്തിന് നിങ്ങളുടെ കുടുംബമാണ് ആസ്ഥാന ജ്യോത്സ്യന്മാർ. അതെ. ജ്യോത്സ്യന്റെ അച്ഛന്റെ സമയം വരെ ദിവസവും വീട്ടിലേക്ക് വന്ന് പ്രശ്നം വെച്ച് നോക്കിയിട്ട് പോകാറുണ്ട്. ഇപ്പൊ തന്നെ ഒന്ന് കാണണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വണ്ടി അയച്ച് തന്നെ ഇങ്ങോട്ട് വരുത്തേണ്ട അവസ്ഥയായി. അത് എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ 10 മിനിറ്റാ സമയം. പക്ഷെ അങ്ങനെ കാണണമെന്ന് പറഞ്ഞ ആളെ അയച്ചപ്പോ ഞാൻ 5 മിനിറ്റിലും എത്തിയില്ലേ. അതെനിക്ക് ഈ കുടുംബത്തോടുള്ള ബഹുമാനം കൊണ്ടാപ്പാ. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? എന്റെ മകൻ രാഘവ ഭൂപതി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട് വിട്ടു പോയത് തനിക്കറിയാവുന്നതല്ലേ? ഞങ്ങളെയെല്ലാം ഉപേക്ഷിച്ചു പോയ അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരാനായിട്ട് 10 മാസമായി ഞങ്ങൾ അലയുന്നു. ഇതുവരെ കണ്ടെത്താനായില്ല. ഞങ്ങളുടെ സമ്പ്രദായ പ്രകാരം പങ്കാളികളെല്ലാം ഒന്നുചേർന്ന് 3 വർഷത്തിലൊരു തവണ കുലദൈവങ്ങൾക്ക് പടപ്പൊരുക്കും. അതിനുള്ള സമയം കുറിച്ചിരിക്കുന്ന അടുത്ത ആഴ്ചയാ. ആ സമയത്തിനുള്ളിലെങ്കിലും രാഘവൻ ആ പെൺകുട്ടി ഉപേക്ഷിച്ച് തിരികെ വന്നിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ സമുദായത്തിലുള്ളവർ ഞങ്ങളെല്ലാം അകറ്റി നിർത്തുമെന്നും ഈ കുടുംബത്തിന് പൂർണ്ണ ഭ്രഷ്ട് കൽപ്പിക്കുമെന്നുമാണ് സമുദായത്തിൽ നിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ വിലക്കുന്ന ഒരവസ്ഥയെങ്ങാനും വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അപമാനം ഞങ്ങൾക്ക് വരാനില്ല. ജമീന്ദാർ വംശത്തിന്റെ പെരുമയെല്ലാം പോയി ആരും ബഹുമാനിക്കാത്തൊരവസ്ഥയായി പോവില്ലേ? ഈ കുടുംബത്തിന്റെ പേര് നഷ്ടമാവും. പാരമ്പര്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന കുടുംബത്തിന്റെ അന്തസ്സ് എന്റെ കാലത്ത് പോയി പോകരുത്. രാഘവേന്ദ്രൻ എവിടെയാണെങ്കിലും തിരിച്ചു വന്നിരിക്കണം. അവനിപ്പോ എവിടെയാണെന്ന് അറിയണമല്ലോ. അതിനുവേണ്ടിയാ നിങ്ങളോട് വരാൻ പറഞ്ഞ്. എന്റെ മകൻ രാഘവൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന് നിങ്ങൾ ഗണിച്ചു പറയണം. എടാ സുന്ദരേശ, മാമാ അവന്റെ ജാതകം എടുത്തോണ്ട് വാ. വേണ്ട. നാട് വിട്ടുപോയ ഒരാളെ കണ്ടുപിടിക്കണമെങ്കിൽ ജാതകം കിട്ടിയിട്ട് കാര്യമില്ല. അതിനെന്താ ഗണിച്ചു നോക്കണം. അപ്പൊ പെട്ടെന്ന് നോക്കി പറയ്. ഓം നമഃ ശിവായ. ഇപ്പൊ എന്റെ മകൻ എവിടെയുള്ളത്? രാഘവേന്ദ്രനെ പോയി നാടിന്റെ തെക്കേ ദിശയിലാണുള്ളത്. അവനിപ്പോ ഈ വീട്ടിൽ നിന്ന് സഞ്ചരിച്ചിരിക്കുന്ന ദൂരം 150 മൈലാണ്.
രാഘവേന്ദ്രൻ ഇപ്പോൾ വസിക്കുന്നത് മേൽപ്പത്തൂർ മലയടിവാരത്തെ 7 ഗ്രാമങ്ങളിൽ നിന്ന് മണ്ണെടുത്ത് കെട്ടിയ ഒരു മുത്തുമാരിയമ്മൻ ക്ഷേത്രമുള്ള സ്ഥലത്താണ്. ആ ഗ്രാമത്തിന്റെ പേര് പശുവുമായി ബന്ധമുള്ളതാകാനേ വഴിയുള്ളൂ. ഗണിച്ചു നോക്കുമ്പോൾ ഇത്രയൊക്കെ കാണാനാവുന്നുള്ളൂ. ഈ വിവരങ്ങൾ വെച്ച് രാഘവേന്ദ്രൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇന്ന് തന്നെ ഞാൻ ആളുകളെ അയക്കാം. ശരി, കണ്ട ഉടനെ എന്നെ അറിയിക്കുക. ഒരു പുത്രക്ഷേമ ഹോമം നടത്തി കളയാം. അപ്പൊ ഞാൻ ഇറങ്ങുക. ശരി, നിക്ക്, ദക്ഷിണ വാങ്ങിച്ചിട്ട് പോ. ആദ്യം അവൻ തിരിച്ചു വരട്ടെ, എന്നിട്ട് വാങ്ങിച്ചോളാം. ഓം നമഃ ശിവായ. ശരി എന്നാ.